കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 11, 37 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ഫരിസേയൻ തൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നതിന് അവനെ ക്ഷണിച്ചു. അവൻ പ്രവേശിച്ച് ഭക്ഷണത്തിനിരുന്നു. ഭക്ഷണത്തിന് മുമ്പ് അവൻ കഴുകി ശുദ്ധി വരുത്താത്തതിനെപ്പറ്റി ആ ഫരിസേയൻ അത്ഭുതപ്പെട്ടു. അപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു, ഫരിസേയരായ നിങ്ങൾ കോപ്പകളുടെയും പാത്രങ്ങളുടെയും പുറം കഴുകി വെടിപ്പാക്കുന്നു. നിങ്ങളുടെ അകമോ കവർച്ചയും ദുഷ്ടതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഭോഷന്മാരെ, പുറം നിർമ്മിച്ചവൻ തന്നെയല്ലേ അകവും നിർമ്മിച്ചത്? നിങ്ങൾക്കുള്ളവ ദാനം ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്കെല്ലാം ശുഭമായിരിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കണ്ടു പൗലോസിൻ്റെ ഒരു തീക്ഷ്ണത, പ്രത്യേകിച്ച് സുവിശേഷത്തിന് വേണ്ടിയുള്ള, ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള തീക്ഷ്ണത. പൗലോസിന് നൽകപ്പെടാവുന്ന ഒരു വലിയ ഒരു പദവി, ഒരു ടൈറ്റിൽ, ഇംഗ്ലീഷിൽ പറയും an indefatigable preacher of the word. ഇൻഡിഫാറ്റിഗബിൾ എന്ന് പറഞ്ഞാൽ അൺടയറിങ്, മടുപ്പ് കൂടാതെ ഓടി നടന്ന് സുവിശേഷം പ്രഘോഷിച്ച ഒരു വ്യക്തിയാണ് പൗലോസ്ലിയ. എന്താ കാരണം നമുക്കറിയാം. പാരമ്പര്യമായിട്ട് എന്തെങ്കിലും പറഞ്ഞു കേട്ട് ജീവിച്ചതിൻ്റെ ആ വെളിച്ചത്തിലുണ്ടായതല്ല, വ്യക്തിപരമായിട്ട് ദൈവത്തെ അനുഭവിച്ചത് മൂലം അവൻ്റെ ജീവിതത്തിലുണ്ടായ ഒരനുഗ്രഹമാണ്. വ്യക്തിപരമായിട്ട് നമ്മൾ കർത്താവിനെ അനുഭവിച്ച് ദൈവത്തിലുള്ള ആ രക്ഷ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കർത്താവിന് വേണ്ടി ഓടി നടക്കാതിരിക്കാൻ പറ്റത്തില്ല. ഈ പൗലോസ് പിന്നീട് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. 1 കൊറിന്തോസ് 9:16 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ എനിക്കതിൽ അഹങ്കരിക്കാൻ വകയൊന്നുമില്ല, പക്ഷേ ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. അങ്ങനെ പോലും പറഞ്ഞ ഒരു വ്യക്തി അത്രമാത്രം ഈ യേശുക്രിസ്തുവിലുള്ള രക്ഷ അനുഭവിച്ചതുകൊണ്ട് അവന് പറയാൻ പറ്റിയ ഒരു കാര്യമാണ്. ഇന്നത്തെ ആദ്യ വായനയുടെ വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ രക്ഷയുടെ അനുഭവം അത് സ്വന്തമാക്കി അതിൽ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ഒന്ന്, നീതിപൂർവം ജീവിക്കണം. നമ്മൾ നീതിപൂർവം ജീവിക്കാതെ പ്രാർത്ഥനയുടെ നീളം കൂട്ടിയിട്ടോ അല്ലെങ്കിൽ സൽപ്രവർത്തികൾ ചെയ്യുന്നതിൻ്റെ എണ്ണം കൂട്ടിയിട്ടോ വലിയ കാര്യമൊന്നുമില്ല. ദൈവം അതിൽ പ്രസാദിക്കാൻ പോകുന്നില്ല. ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് നീതിപൂർവം ജീവിക്കുക. ഏതെങ്കിലും വിധത്തിലുള്ള അനീതി നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് തുടച്ചു മാറ്റുക. കോമണായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്നൊരു അനീതി, അത് മത്തായിയുടെ സുവിശേഷം 7:23 വായിച്ചാൽ കാണാൻ പറ്റും. വചനം കേൾക്കുകയും എന്നാൽ അത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നത്. ബൈബിള് വായിക്കും, പക്ഷെ അതനുസരിച്ചൊന്നും ജീവിക്കത്തില്ല. അത് അനീതിയാണെന്നും അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിനെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമതൊരു കാര്യമുണ്ട്, സത്യസന്ധമായിട്ട് ജീവിക്കാൻ. നമുക്കറിയാലോ, ദൈവം പ്രവർത്തിക്കാൻ എപ്പോഴും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് സത്യസന്ധത. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണേലും ബലിയിൽ പങ്കെടുക്കുമ്പോഴാണേലും ശുശ്രൂഷാ ജീവിതം നയിക്കുമ്പോഴാണേലും ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ച് നമ്മളിലൂടെ പ്രവർത്തിച്ച് അനേകർക്ക് അനുഗ്രഹം ലഭിക്കണമെങ്കിൽ സത്യസന്ധത വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രഭാഷകൻ 4:28 നമ്മുടെ ദൈവമക്കളുടെ ചങ്കിനകത്ത് സ്ഥാനം പിടിക്കേണ്ട ഒരു വചനമാണ്. പ്രഭാഷകൻ 4:28, മരിക്കേണ്ടി വന്നാൽ പോലും സത്യം വിടരുത്, സത്യം വെടിയരുത്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ദൈവം പൊരുതും എന്നാണ് കർത്താവിൻ്റെ വചനം പറയുക. ഇനി അതുകൊണ്ട് അതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം കൊടുക്കരുത് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുക. മൂന്നാമതൊരു കാര്യമുണ്ട്, രക്ഷ നമ്മളിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് യേശുവിലുള്ള വിശ്വാസം. ദൃഢമായ വിശ്വാസം, അത് ജീവിക്കണം, അത് പ്രഘോഷിക്കണം. അങ്ങനെയുള്ള വ്യക്തികൾക്ക് രക്ഷ അനുഭവിക്കാൻ സാധിക്കും. അവരുടെ ജീവിതം
അനുഗ്രഹിക്കപ്പെടും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. നമുക്ക് ഈ ബുദ്ധിയും യുക്തിയൊക്കെ നല്ലതാണ്, വേണേ അത് വിശ്വാസത്തെ പരിപോഷിപ്പിക്കാം, അങ്ങനെയുള്ളിടത്ത് നല്ലതാണ്. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കണ്ടൊരു കാര്യം, വിശ്വാസമില്ലാതെ യുക്തി മൂത്ത് കഴിഞ്ഞപ്പോൾ എന്നാ സംഭവിച്ചത് എന്നുള്ളത് നമ്മൾ വായിച്ചു കേട്ടൊരു കാര്യമാണ്. അതവരെ ഒരുപാട് പാപജീവിതത്തിലേക്ക് നയിച്ചു. അവർ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നത് അനാവശ്യമായ കാര്യമായിട്ട് കണ്ടു, മോശം കാര്യമായിട്ടൊക്കെ കണ്ടു. ഇനി അതുകൊണ്ട് അവർക്ക് സംഭവിച്ച കാര്യം വളരെ ഹീനമായ പാപപ്രവൃത്തികളിലേക്ക് പോലും അവർ പോയി, അതിനെ ന്യായീകരിക്കുകയും ചെയ്തു. ഇതാണ് നമ്മൾ ഈ വിശ്വാസത്തെക്കാൾ ബുദ്ധിയും യുക്തിയുമൊക്കെ നമ്മളിൽ ഉയർന്നു നിന്നാൽ ഇങ്ങനെയുള്ള അപകടം ഉണ്ടാകാം എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. പലരും വിചാരിക്കുന്നത് ഞാൻ അമ്പലത്തിലും മോസ്കിലും ഒന്നും പോകാറൊന്നുമില്ല, അതുകൊണ്ട് ഞാനങ്ങനെ വിഗ്രഹാരാധനയൊന്നും നടത്തുന്ന വ്യക്തിയല്ലെന്ന്. ശരിക്കുള്ള വിഗ്രഹാരാധന എന്താണെന്ന് ഇന്നത്തെ ആദ്യവായന നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഏതെങ്കിലും രൂപം നമ്മുടെ കൈവശം വെച്ച് അതിനെ പൂജിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലാതെ നമുക്ക് ഹൃദയത്തിൽ വിഗ്രഹങ്ങൾ സൂക്ഷിച്ച് അതിനെ ആരാധിക്കാൻ പറ്റും. എപ്പോഴാണ് സംഭവിക്കുക? സൃഷ്ടാവിലുമുപരി സൃഷ്ടിയെ ആരാധിക്കുമ്പോൾ. ഇരുന്ന് ചിന്തിച്ചാൽ നമ്മളൊക്കെ അതിനകത്ത് പെടും. ദൈവത്തെക്കാൾ ഉപരി ഏതെങ്കിലും വ്യക്തിക്കോ എന്തെങ്കിലും വസ്തുവിനോ നമ്മൾ സ്ഥാനം കൊടുത്ത് അതിനെ ഇഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യം. ഇത് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ പാപം ചെയ്യുമായിരുന്നു. നമുക്ക് വീണ്ടും വീണ്ടും കുമ്പസാരിക്കാൻ വരേണ്ടതിൻ്റെ കാരണം എന്താ? പാപത്തിൽ വീണത്. ദൈവത്തെയാണ് മറ്റെന്തിനേക്കാൾ ഉപരി സ്നേഹിക്കുന്നത് എങ്കിൽ നമുക്കങ്ങനെ പാപം ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 5:18 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, യേശുക്രിസ്തുവിനുള്ളവരെ യേശുക്രിസ്തു സ്വന്തമാക്കിയിരിക്കുന്നത് കൊണ്ട് അവർക്ക് പാപം ചെയ്യാൻ പറ്റത്തില്ല, അവർ പാപത്തിൽ വീഴത്തില്ല. അങ്ങനെ നമ്മൾ മറ്റെന്തിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ ആ ഗണത്തിൽ പെടണം. അങ്ങനെയുള്ളവർക്ക് പാപം ഒഴിവാക്കി ജീവിക്കാനായിട്ട് സാധിക്കും. അവരെ നമുക്ക് കാണാൻ സാധിക്കും. പല വിശുദ്ധരും മരിയവരെത്തി അവർ പറഞ്ഞെന്താ, ഒരു പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുക. കാരണം അവർ ദൈവത്തെ മറ്റാരെക്കാൾ ഉപരി സ്നേഹിച്ചത് കൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറ്റിയത്. ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യം, കൂടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ജീവിതം ഫിക്സ് ചെയ്യണം. നിങ്ങളുടെ ഫോൺ നോർമലായിട്ട് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അത് ഫിക്സ് ചെയ്യാവുന്ന കടയിൽ കൊണ്ടുപോകും. അല്ലെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്നില്ല, AC വർക്ക് ചെയ്യുന്നില്ല, ഉടനെ നമ്മൾ ചിന്തിക്കുന്നത് അത് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന വ്യക്തികളെ സമീപിക്കുക, വിളിക്കുക, അവരെ കൊണ്ടത് ഫിക്സ് ചെയ്യിക്കുക. ഇതുപോലെ നമ്മുടെ ജീവിതം നമ്മൾ ഫിക്സ് ചെയ്യണം ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ. അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം വായിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ 1 തീമോത്തി 4-ാം അധ്യായം 7 മുതൽ വായിച്ചാൽ ജീവിതം ഫിക്സ് ചെയ്യുന്നവർ അവരുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാൻ പോകുന്ന ഒരു ഓർഡറുണ്ട്. 1-ാം സ്ഥാനം ആത്മീയതയ്ക്ക്, 2-ാം സ്ഥാനം ആന്തരികതയ്ക്ക്, 3-ാം സ്ഥാനമേ ബാഹ്യമായ കാര്യങ്ങൾക്ക് കൊടുക്കത്തുള്ളൂ. ഇത് സുവിശേഷവാദം നമ്മൾ കണ്ടു. പരിസേനൊക്കെ അവന് ബാഹ്യഭാവത്തിനായിരുന്നു ഏറ്റവും പ്രാധാന്യം. അതുകൊണ്ടാണ് കൈ കഴുകാതെ ഭക്ഷണത്തിനിരുന്നെന്നും പറഞ്ഞ് അവിടെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായി. അത് വെച്ച് അവരെ തിരുത്തുന്ന യേശുവിനെ കാണാൻ സാധിക്കും. ബാഹ്യഭാവത്തെക്കാൾ പ്രധാനപ്പെട്ടതാണ് ആന്തരികത. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ള് ശരിയാക്കുവിൻ എന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ളത് ഈ ഒരു കാര്യമാണ്. 1-ാം സ്ഥാനം ആത്മീയതയ്ക്ക് നൽകി, 2-ാം സ്ഥാനം ആന്തരികതയ്ക്ക് നൽകി, 3-ാം സ്ഥാനം മാത്രം ബാഹ്യമായ കാര്യങ്ങൾക്ക് കൊടുത്തുകൊണ്ട് ജീവിക്കാനുള്ള ആ ഒരു ദൃഢനിശ്ചയം നമുക്കുണ്ടാകണം. അതിനുള്ള പ്രയത്നം നിരന്തരം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അപ്പോൾ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിച്ച് അതിൻ്റെ സ്വാദ് ആസ്വദിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. ഈ ഒരു ബോധ്യത്തിലേക്ക് നമ്മെ നയിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് ഈ ബലിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.